അതിരപ്പള്ളി വൈശ്ശേരിയിൽ കാട്ടാനയുടെ ചവിട്ടേറ്റ് ഒരാൾ മരിച്ചതിനെ തുടർന്ന് വനം മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ആരംഭിച്ച സ്പെഷ്യൽ ഡ്രൈവ് ലക്ഷ്യം കാണാതെ തുടരുന്നു. വനത്തിലേക്ക് തുരത്താൻ ശ്രമിച്ച കാട്ടാനക്കൂട്ടം വെറ്റിലപ്പാറ മേഖലയിൽ തിരിച്ചെത്തി ജനങ്ങളെ നേരിട്ട് ആക്രമിക്കാൻ മുതിരുന്നതായാണ് നാട്ടുകാരുടെ പരാതി. കഴിഞ്ഞ ദിവസം അതിരപ്പള്ളിയിൽ ആനകളെ കാടുകയറ്റാൻ ശ്രമിച്ച പ്രത്യേക ദൗത്യസംഘത്തെ പിള്ളപ്പാറയിൽ വെച്ച് കാട്ടാനകൾ തിരിച്ചോടിക്കുന്ന സാഹചര്യവും ഉണ്ടായി. അതിരപ്പള്ളി ഭാഗത്തു നിന്നും പ്ലാന്റേഷൻ മേഖലയിലേക്കാണ് നിലവിൽ ആനകളെ തുരത്തുന്നത്. എന്നാൽ പ്ലാന്റേഷൻ തോട്ടങ്ങളിലെ പൈനാപ്പിൾ കൃഷിക്ക് ചുറ്റും സ്ഥാപിച്ചിട്ടുള്ള ശക്തമായ വൈദ്യുത വേലികൾ കാരണം ആനകൾക്ക് ഉൾക്കാട്ടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. മുന്നോട്ടു പോകാനാകാതെ തടസ്സപ്പെടുന്ന ആനകൾ കൂടുതൽ അക്രമാസക്തരായി ജനവാസ മേഖലകളിലേക്ക് തന്നെ തിരിച്ചിറങ്ങുകയാണ്. സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി അക്കരെ നിന്നും ഉദ്യോഗസ്ഥരും വാച്ചർമാരും അടക്കം 70ഓളം പേരടങ്ങുന്ന വൻ സംഘമാണ് ആനകളെ തുരത്തുന്നത്. എന്നാൽ ഇങ്ങനെ ഓടിക്കുന്ന ആനകളെ ഇക്കരെ എത്തുമ്പോൾ കാട് കയറ്റിവിടാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് വെറും 3 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും 3 RRT വാച്ചർമാരും അടങ്ങുന്ന 6 അംഗ സംഘം മാത്രമാണ്. ഇതോടെ ഏഴാറ്റുമുഖം റേഞ്ചിലെ വനപാലകർ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. വന്യമൃഗ ഭീഷണിക്ക് പുറമെ പ്രദേശത്തെത്തുന്ന വിനോദസഞ്ചാരികളുടെ ഉത്തരവാദിത്തമില്ലാത്ത പെരുമാറ്റവും വനം വകുപ്പിന് തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. വഴിയരികിൽ കാട്ടാനകളെ കാണുമ്പോൾ വണ്ടി നിർത്തി ചിത്രം പകർത്താനിറങ്ങുന്ന വിനോദസഞ്ചാരികളുടെ ജീവൻ കൂടി സ്വന്തം ജീവനൊപ്പം കാക്കേണ്ടി വരുന്ന ഇരട്ടി ബാധ്യതയിലാണ് ഈ 6 അംഗ ഉദ്യോഗസ്ഥ സംഘം. നിലവിലെ രീതിയിലാണ് ദൗത്യം തുടരുന്നതെങ്കിൽ ഈ മേഖലയിലെ ആനശല്യം ഒരിക്കലും അവസാനിക്കില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഈ സ്പെഷ്യൽ ഡ്രൈവ് ഇപ്പോൾ വന്നതിന് ശേഷം ആനശല്യം ഇവിടെ വളരെ അധികമായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. കാരണം ഉദ്യോഗസ്ഥര് താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ നിസ്സഹായരാണ്. അവർ 8-10 മണിക്കൂർ ഉറങ്ങാതിരുന്നിട്ട് പോലും ഇതിനെ തടയിടാൻ അവർക്ക് ആവുന്നില്ലാത്തൊരവസ്ഥയിലേക്കാണ്. കാരണം ഇതിനൊരു ശരിക്കും പറഞ്ഞാൽ വാഴച്ചാലും ചാലക്കുടി DFOമാർ തമ്മിലൊരു ഏകോപനം ഉണ്ടായിട്ട് ഇപ്പോൾ അക്കരയ്ക്ക് കിടക്കുന്ന വഴാറ്റുമോ ഭാഗത്ത് കിടക്കുന്ന ഇവിടെ 70ഓളം ഇതിന് വേണ്ടിയിട്ട് ഡ്രൈവിന് വേണ്ടി 70 സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ അവിടെ വെറും 10-ൽ താഴെ സ്ട്രെങ്ത് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തന്നെയല്ല ഇതൊരു അടിസ്ഥാനത്തിന് നടത്തേണ്ട ഒരു പദ്ധതിയാണ്. ഇപ്പോൾ ഉടങ്കൊല്ലി പരിപാടികളൊന്നും ഇതിന് ഈ ആനയുടെ ശല്യത്തിന് നമുക്ക് പരിഹരിക്കാൻ ഉതകുന്ന ഒരു സംവിധാനമേ അല്ല. തമിഴ്നാട് അടക്കമുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ വിജയകരമായി നടപ്പാക്കിയ ആധുനിക സംവിധാനങ്ങൾ ഇവിടെയും കൊണ്ടുവരണമെന്നാണ് ഉയർന്നുവരുന്ന ആവശ്യം. ആനകളെ ഭയപ്പെടുത്തി ഓടിക്കുന്നതിനായി AI അധിഷ്ഠിത തെർമൽ ക്യാമറകൾ, സെൻസറുകൾ ഘടിപ്പിച്ച സൗണ്ട് ആൻഡ് ലൈറ്റ് ട്രിഗറിംഗ് ഉപകരണങ്ങൾ എന്നിവ ജനവാസ മേഖലയിൽ എത്രയും വേഗം സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.